നമുക്ക് സാമ്പാറിന് പൊടിക്കാം കേട്ടോ. സാമ്പാർ പൊടിക്ക് വറുത്ത് പൊടിച്ച് എടുക്കാം കേട്ടോ. അതിന് എനിക്ക് വേണ്ടത് 200 മുളക് എടുത്തിട്ടുണ്ട്. ഞാൻ 200 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. 250 മല്ലി എടുത്തിട്ടുണ്ട്. മല്ലി 250 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവ് സാമ്പാറിന് കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം മുളക് പൊടി നമുക്ക് ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ എന്നാലും ഇത് മല്ലിപ്പൊടി കൂടുതൽ ഇത് വരണതാണ് നല്ലത്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം മുളക് പൊടി വേണമെങ്കിൽ സാമ്പാറിന് ഇത് എരിവ് കുറവെന്ന് തോന്നിയിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ അങ്ങനെ 250 മല്ലി, 200 മുളക്, 250 കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പാണ് ഇതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് പരിപ്പൊക്കെ കുറച്ചിട്ട് വെച്ചാൽ മതി, നല്ല സാമ്പാറിന് നല്ല കൊഴുപ്പ് ഇതൊക്കെ കിട്ടണമെങ്കിൽ. ഉലുവ ഇത്രയ്ക്ക് ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അധികം ആവണ്ട. അധികമായിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് കയ്പ്പ് വരും. നമ്മൾ സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഉലുവ ഒരു നുള്ളി കടുക് താളിക്കണൊപ്പം ഇട്ട് പൊട്ടിക്കൂലോ, അപ്പോൾ ഉലുവയുടെ ഒരു മണമൊക്കെ അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് മതി വറുത്ത് പൊടിക്കണേന്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മല്ലിയും മുളകൊക്കെ ഒന്ന് കഴുകണം. കഴുകിയിട്ട് വേണം വറക്കാൻ. അപ്പോൾ ഞാൻ അതൊന്ന് കഴുകി വറക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ ഇത് കുറേ നാളേക്ക് നിൽക്കും. ഇത്രയും പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതിപ്പോൾ കഴിഞ്ഞോളൂ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നല്ല ചില്ല് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് പൊടിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് നമുക്ക് എപ്പോഴും എടുക്കണ്ട, വറുത്ത് പൊടിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ സാമ്പാർ വയ്ക്കുമ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിന് ഇത്തിരി കുറച്ച് എടുത്താൽ മതി പൊടി. അപ്പോൾ കേട് വരുമോ ഇല്ല. ഈ സാമ്പാർ പൊടിയൊക്കെ മേടിക്കണേലും നല്ലതാണല്ലോ. നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായി. കഴുകാൻ മുളക് കഴുകി, മല്ലിയും കഴുകി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ കഴുകുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ വല്ല ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ മല്ലിയിൽ, മുളകിൽ പിന്നെ ചെളി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്കത് ഒരു പൊടി ഉണ്ടാവും, പൂപ്പൽ പോലെ. മഴക്കാലമൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് കഴുകി. ഇപ്പോൾ ഇതേപോലെ കഴുകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മുറുകി കിട്ടാൻ ഇത്തിരി താമസം ഉണ്ടാവും. കഴുകാണ്ടിരിക്കുമ്പോൾ വേഗം മുറുകി കിട്ടും മുളക്. അപ്പോൾ അത് ഞാൻ കഴുകിയെന്ന് വെച്ചാൽ ആ പൊടിയുടെ ഇതൊക്കെ ഒന്ന് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് പൊട്ടണ ഒച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ തീ കുറവിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. അപ്പം ഞാനിത് പെട്ടെന്നാവാത്ത കാരണം കൊണ്ട് ഒന്ന് തീ ഇടയ്ക്കൊന്ന് കൂട്ടിയിടും. അപ്പോൾ മുറുകി തുടങ്ങി ഒന്നുകൂടി ഇതായാൽ മതി. മുളക് നന്നായിട്ട് ചുമക്കണം. സാമ്പാർ എന്ന് പറയുമ്പോൾ ഒന്ന് ചുമപ്പ് കളറായിട്ടല്ലേ ഇരിക്കുക. നമുക്ക് ഇതേപോലെ മുളക് വറുത്തിങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ അതിൽ മല്ലി ഇട്ട് വറുത്തെടുക്കാം. നമ്മുടെ മുളക് അങ്ങനെ വറുത്തെടുത്തു. ഈ പാകം ഇതായി. അപ്പോൾ ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടി മുറുകിക്കോളും. മല്ലി നമുക്ക് അതുപോലെ അതും ഇത്തിരി താമസം വരും. എന്ന് വെച്ചാൽ നമ്മൾ കഴുകി എടുത്തതാണല്ലോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി അതായിട്ട് നമുക്ക് മുറുകി നന്നായിട്ട് മുറുകി കിട്ടണം. ഇപ്പോൾ നമ്മുടെ മല്ലിയും വറുത്ത് നല്ല ചുമക്ക ഇങ്ങനെ വറുത്ത് എടുത്തു. അതേപോലെ തന്നെ ഉലുവ ചുമക്ക വറുത്തു. കടലപ്പരിപ്പ് ചുമക്ക വറുത്തെടുത്തു. ഇതേപോലെ നല്ല ഒരു ചുവന്ന കളറ് വന്നോട്ടെ വറുക്കുമ്പോൾ. അതുപോലെ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കലകലന്നെ സൗണ്ട് കേൾക്കണില്ലേ. അപ്പോൾ അത് മുളക് അങ്ങനെ മുറുകണം ശരിക്ക്. അതെന്ന് വെച്ചാൽ കഴുകിയാണല്ലോ ഞാൻ ഇട്ടത്. അപ്പോൾ കഴുകുമ്പോൾ മുളകിൻ്റെ ഉള്ളിൽ മുറുകി കിട്ടാൻ എനിക്ക് താമസം വരും. എന്നുവെച്ചാൽ ഉള്ളിലൊക്കെ വെള്ളം കയറൂല. മുളകിൻ്റെ പൊട്ടിയ മുളകും ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞെട്ടുക പോയതും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ വെള്ളം കയറും അതിൻ്റെ ഉള്ളിൽ. എന്നുവെച്ചാൽ നമ്മളിത് കഴുകണത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ
ഒരു പൂപ്പൽ പോലെയും പൊടിയും ഇതൊക്കെ ഈ നമ്മൾ വാങ്ങിക്കണമല്ല, അവർ ചാക്കിലൊക്കെ ഇതാക്കിയിട്ട് എത്ര നാളെത്തിയിട്ടൊക്കെയാണ് അവ കടകളിൽ വരുന്നത് നമുക്ക് കിട്ടണത് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കഴുകി മല്ലിയും മുളകും ഒക്കെ നമുക്ക് കഴുകി എടുക്കാം. ഇപ്പോൾ ഇത്തിരി മുറുകി കിട്ടാൻ ഇത്തിരി താമസം ഉണ്ട്, അത് കുഴപ്പമില്ല. ഇപ്പോൾ സമയം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ഇപ്പോൾ ജോലിക്ക് പോണവരൊക്കെ രാത്രി വന്നിട്ട് ഇത്രയ്ക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കുറച്ച് എടുത്തിട്ട് ഒരു 50 ഗ്രാം മുളകും 50 ഗ്രാം മല്ലി അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതാക്കി എന്നുവെച്ചാൽ ഇപ്പോൾ സ്ഥിരം സാമ്പാർ വയ്ക്കില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ എന്നുവെച്ചാൽ ചെയ്തപ്പോൾ കുറച്ചധികം ഞാൻ അങ്ങനെ ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് എന്നും ഇത് ഇവിടെ സ്ഥിരം സാമ്പാർ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഞാൻ കൂടുതലെടുത്തത് എന്ന് വെച്ചാൽ എന്നും ഇത് ചെയ്യാൻ പറ്റണ കാര്യമല്ല. അപ്പോൾ ഇതിനിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് നമുക്ക്. അപ്പോൾ ഇത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞില്ലേ, നമുക്ക് സാമ്പാർ വയ്ക്കുമ്പോൾ പൊടി ഇത്തിരി എടുത്താൽ മതിയല്ലോ. അത് നമുക്ക് പൊടിച്ചെടുക്കാം. ഒന്ന് ചൂടാറിക്കോട്ടെ, മുളക് ചൂടാറിയിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ ആ ചീനച്ചട്ടിയിൽ ഒന്നുകൂടി ഇട്ട് മുറുകാനായിട്ട് വെച്ചതാണ്. നമുക്ക് എല്ലാം വറുത്ത് ഇതേപോലെ ചുമക്ക ഇതാക്കി നമുക്കിത് പൊടിച്ച് എടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ 2 ചെറിയ ജാറിലാണ്. അപ്പോൾ അതൊരു 3-4 ഇതായിട്ട് എടുക്കണം. വലിയ ജാറിലിട്ടാൽ ശരിക്കും പൊടിഞ്ഞ് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നന്നായിട്ട് ചെറിയ ജാറിൽ എടുത്തേക്കണത്. നമ്മുടെ സാമ്പാറിന് ഞാൻ വറുത്തക്കണത് ഇതൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പൊടിച്ച് ഇതാക്കിയിട്ടുണ്ട്. നല്ല ഭസ്മമായിട്ട് പൊടിഞ്ഞ് ഇതായി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജാറിൽ കുഞ്ഞു ജാറാണല്ലോ, അപ്പം അതിൽ പല പ്രാവശ്യമായിട്ടിട്ട് പൊടിച്ച കാരണം എല്ലാം ഒരേപോലെ ഇതായില്ല. അപ്പം ഞാനത് കൂട്ടി യോജിപ്പിച്ച് എല്ലാ മുളകും മല്ലിയും കടലപ്പരിപ്പും ഉലുവയും എല്ലാം കൂടിയിട്ട് നമുക്കത് പൊടിച്ച് കൂട്ടി യോജിപ്പിച്ച് എടുത്തതാണ്. അപ്പോൾ നമുക്കിത് കുപ്പിയിലാക്കി വയ്ക്കാം. ഇത് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചോളാം. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കും. നമുക്ക് സാമ്പാർ വെക്കണമെങ്കിൽ കുപ്പിയിലാക്കി ഇതേപോലെ വലിയ നല്ല ചില്ല് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നുവെച്ചാൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല പൂപ്പലൊക്കെ കയറും. എന്ന് വെച്ചാൽ കടലപ്പരിപ്പൊക്കെ ചേരണതാണല്ലോ. മല്ലിയും മുളകും മാത്രമാണെങ്കിൽ നമുക്കങ്ങനെ പൂപ്പലൊന്നും കയറില്ല. ഇത് കടലപ്പരിപ്പൊക്കെ ചേരണ കാരണം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് സാമ്പാർ വയ്ക്കുമ്പോൾ പരിപ്പും കഷ്ണമൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇതൊരു ആവശ്യത്തിന് സാമ്പാറൊക്കെ ഇങ്ങനെ വയ്ക്കണേ. എത്രത്തോളം നിങ്ങൾ വയ്ക്കുന്നുണ്ട് എങ്കിൽ അതനുസരിച്ചുള്ള പൊടി. ഇതിൽ കായം ഞാൻ ചേർത്തിട്ടില്ല, അത് ഞാൻ പറയാണ്. കായം ചേർത്തിട്ടില്ല. എന്താണെങ്കിൽ പച്ചക്കായാണ് സാമ്പാറിന് എപ്പോഴും നമ്മൾ പച്ചക്കായമാണ് ചേർക്കുക. അപ്പോഴാണ് സാമ്പാറിന് നല്ല മണവും ഇതൊക്കെ കിട്ടുക. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയ്ക്കൊന്നും ഇതിപ്പോൾ ഞാൻ കൂടുതലാണ് എടുത്തേക്കണത്. 200 മുളക്, 250 മല്ലി, ഒരു 300 കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു നുള്ളു ഉലുവ അധികം ആവണ്ട. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറിലേക്ക് കടുക് താളിക്കുമ്പോൾ അതിൽ കൂടെ ഒരു നുള്ളു ഇട്ട് പൊട്ടിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വറുത്ത് പൊടിച്ചപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ സ്ഥിരം സാമ്പാർ വയ്ക്കണവരൊന്നും അല്ലെങ്കിൽ ഒരു 50 ഗ്രാം മുളക്, ഒരു 100 ഗ്രാം മല്ലി അങ്ങനെയൊക്കെ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതുണ്ടാവും, കുറച്ച് നാളതൊക്കെ ഉണ്ടാവും. നമുക്ക് 1 സ്പൂണ് പൊടിയൊക്കെ വേണ്ടി വരുള്ളൂ. അത് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.